ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കീറോ ബിനീഷ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ ഫേസ്. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. എനിക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ പ്ലസ് ആ ഫംഗ്ഷൻ്റെ ചെറിയൊരു പാട്ടും കൂടിയാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡെർമാക്കോൻ്റെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്കോ ജെല്ല്. ഇതിൽ SPF 50 PA++++++++ 4+ ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഡോട്ട് വെച്ച് മേക്കപ്പ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ ബ്രഷ്, സ്പോഞ്ച്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അത് യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ കംഫർട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ കൈകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ മേക്കപ്പിൽ വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുക്കുന്നതാണ്. നെക്സ്റ്റ് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഓയിൽ ടൈപ്പാണ്. അത് മാത്രമല്ല ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ നോക്കി ഒത്തിരി കൺഫ്യൂഷൻ ആയതുകൊണ്ട് മാളിൽ പോയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ ഞാൻ ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം പ്രൈമറൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മോളിതാ താഴെ നിന്നിട്ട് മേക്കപ്പ് സാധനങ്ങൾ വരയ്ക്കാനുള്ള പരിപാടിയിലാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് കൺസീലറാണ്. ഞാനത് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാറില്ല. അത് ഇട്ടിട്ട് വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. കണ്ണിൻ്റെ അടിയിൽ അത്രയും കറുപ്പുണ്ട്. നെക്സ്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ വാട്ടർ പ്രൂഫ് ബേസ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അതും ഈ ഡോട്ട് ഇട്ട് കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കോമ്പാക്ട് പൗഡറാണ്. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ അടിയിൽ അതൊരു ചെറിയൊരു പ്രസ് ബട്ടൺ ഉണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞാൽ മേലെ ഒരു ഗ്ലേസിംഗ് ഉള്ള പൗഡർ, നെക്സ്റ്റ് നോർമൽ പൗഡർ, അതിൻ്റെ അടിയിൽ നമ്മൾ സ്പോഞ്ചൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസും കൂടെ ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ ഞാൻ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേക്കപ്പ് ചെയ്യുമ്പോൾ ഫേസ് മാത്രമല്ല, ഫേസ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് എൻ്റെ നെക്ക്. അപ്പോൾ നെക്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റാണ് നമ്മുടെ മെയിൻ താരം ലിപ്സ്റ്റിക്ക്. പണ്ടുള്ളവരിനെ ചുണ്ട് ചോപ്പിക്കുന്ന സാധനം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. ഇതാണ് ഷെയ്ഡ്. ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടു, ഇഷ്ടമായി, മേടിച്ചു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാക്മീൻ്റെ ഐക്കോണിക് കാജലാണ്. ഇത് 12 hours ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും. കണ്ണിൻ്റെ അടി പരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് കാജലാണ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പിന്നെ കണ്ണെഴുതാണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ എഴുതി സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. അതിനിടയിൽ അമ്മ വന്ന് എത്തിച്ച് നോക്കുന്നുണ്ട്. അമ്മ മാത്രമല്ല, എൻ്റെ മക്കളുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ എന്നുള്ള രീതിയിലാവും നോക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മസ്കാര. ഇതും ലാക്മി ഐക്കോണിക്കിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. താഴെ മേലൊക്കെ ആയിട്ട് നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലത് ഓവറാകണ്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ മേക്കപ്പും ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മൾ മേക്കപ്പ് ഫിക്സറാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ മേക്കപ്പ് ഫിക്സറാണ്. അതൊന്ന് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം ഫേസിൽ നെക്കിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഒരു പൊട്ടിൻ്റെ ബോക്സാണ്. ഇത് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറഞ്ഞ മാതിരി എൻ്റെ മോളെ കയ്യിൽ കിട്ടിയതാണ്. അതിൻ്റെ അവസ്ഥ ലാസ്റ്റ് ഇതായിരുന്നു മാത്രം. അപ്പോൾ അതൊന്നൊരു പൊട്ടെടുത്ത് ഞാൻ വെച്ചു. ബ്ലാക്ക് പൊട്ടാണ് മാക്സിമം ഞാൻ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. ഇത് ചുണ്ടുമ്മ തേക്കാനുള്ളതല്ല, സിന്ദൂർ ഇടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മാക്സിമം പൊടിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ പൊടി പെട്ടെന്ന് മാഞ്ഞു പോകണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ആദ്യം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ പൊടിയാണ് ഇടാറ്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഓടി വരാം. അപ്പോൾ ഇതാണ് സാരി എടുത്തിട്ടുള്ള ലുക്ക്. ഞാൻ മാക്സിമം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സാരിയാണ് എടുക്കാറുള്ളത്. എൻ്റെ ഹസ്ബൻഡിനും അതാണ് താല്പര്യം, മാക്സിമം സാരി എടുക്കുക. പിന്നെ മുടി ഒന്നും ഉണങ്ങാത്ത കാരണം സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈലാണ് കെട്ടിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? പിന്നെ ഓർണമെൻറ്റ് സെക്ഷനിലേക്ക് കടന്നു. അപ്പോൾ കയ്യിൽ ഒരു ഹാൻഡിൽ ഒരു വളയിട്ടു, ഒരു ഹാൻഡിൽ വാച്ചും കെട്ടി. കമ്മൽ ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ കമ്മൽ എനിക്കൊന്നും മാച്ചായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഈ തൊട്ടപ്പുറത്തേക്ക് പോകുന്ന ഫംഗ്ഷനല്ലേ, അപ്പോൾ പിന്നെ വേറെ ഒന്നും ഞാൻ ഇട്ടില്ല. അപ്പോൾ സിമ്പിളായി പോകാമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മേക്ക് ഓവർ. അത് കഴിഞ്ഞ് ഞാൻ മാത്രം ഒരുങ്ങിയാൽ പോരല്ലോ, എൻ്റെ മക്കൾ ഒരുക്കണ്ടേ. അപ്പോൾ പിന്നെ മോളെടുത്തു. മോൾക്കതാ ഉള്ള മുടി വെച്ച് ഞാനൊരു ജിണ്ടി കെട്ടി കൊടുത്തു. ജിണ്ടി മീൻസ് അതിനെന്താ പറയുക, ഞങ്ങളവിടെ വാഴ എന്ന് പറയും, തലയിൽ വാഴ വയ്ക്കാന്ന് പറയും. എനിക്കതിനെന്താ പേര് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അവൾക്കൊരു ജിണ്ടൊക്കെ കെട്ടി കൊടുത്ത് സുന്ദരിയാക്കി. ഒരു ഫ്രണ്ടിലതാ മുടിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു പൊട്ടിട്ട് കൊടുത്തു. പിന്നെ ഫംഗ്ഷന് പോകുമ്പോൾ കണ്ണും മൂക്കും പിരി എഴുതുന്ന ശീലം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് എസ്കേപ്പായി. പിന്നെ എൻ്റെ മോളുടെ ഒരു പട്ടിഷൊക്കെ കഴിഞ്ഞ് ഇതാണ് അവളുടെയും അവൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് മോൻ അങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ നടക്കുന്ന വീട്. എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടാണ്. അവിടുത്തെ കുട്ടിയുടെ ഫംഗ്ഷനാണ് നടക്കുന്നത്. ഇത് തൊട്ടപ്പുറത്തിൻ്റെ പന്തലുണ്ട്. ഇത് കുട്ടീൻ്റെ അമ്മ. അങ്ങനെ ഈ ചേച്ചി ഞങ്ങളെ വെൽക്കൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ വെൽക്കം ഡ്രിങ്കൊക്കെ എടുത്ത് അവിടെ പോയിരുന്നു. പിന്നെ ഞങ്ങൾ കുട്ടീനെ കണ്ടു. ഇവനാണ് ഇന്നത്തെ താരം.
കുർബാന സ്വീകരണമൊക്കെ പള്ളിയിൽ വെച്ച് നടന്ന കാരണം നമുക്കത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ആ വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനിത് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ അവന് ഒത്തിരി നാണം വന്നു. പിന്നെ ഇത് അവിടുത്തെ ചേട്ടനാണ്. സാക്സ്ഫോണൊക്കെ അടിപൊളിയായിട്ട് വായിക്കും. ചേട്ടൻ ഇങ്ങനത്തെ പരിപാടിക്ക് പോകുന്ന ആളാണ്. 2 ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചൂടിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചൂടായിരുന്നു. അതിൻ്റെ സിന്ദൂരൊക്കെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മോളുടെ കുറേ നല്ല നല്ല വീഡിയോസൊക്കെ എടുത്തു. പന്തലിൽ കൂടെ 2 റൗണ്ട് റോന്ത് ചുറ്റിയപ്പോൾ മോനെ അതാ ഇവിടുന്നോ 2 ബലൂൺ കിട്ടി. അത് കൊടുന്ന് മോളെ കയ്യിൽ കൊടുത്തു. ഈ ഇപ്പോഴത്തെ ചൂടിൻ്റെ ഇതുകൊണ്ടായിരുന്നു തോന്നുന്നു മക്കൾ പിന്നെയും വെള്ളം എടുത്ത് കുടിച്ചു. പിന്നെ നമ്മൾ ഹിന്ദുസിൻ്റെ പോലെയല്ല ക്രിസ്ത്യൻസ്. അവരെന്ത് ഫംഗ്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ആരാ എന്താ ഒരു റിലേറ്റീവ്സ്, അവരുടെ മെയിൻപ്പെട്ട റിലേറ്റീവ്സിനൊക്കെ അവർ വെൽക്കം ചെയ്ത് സ്റ്റേജിലേക്ക് കയറ്റും. എനിക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷനാണ് അവരിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം. പിന്നെ അവർ എല്ലാവരും സ്റ്റേജിൽ കയറ്റിയിട്ട് അതാ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അതൊക്കെ എന്തിൻ്റെ പേരിലാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അതിന് മുന്നേ നമ്മൾ എല്ലാവരെയും ഒന്ന് പ്രാർത്ഥിക്കാൻ 2 മിനിറ്റ് ഒരു പ്രാർത്ഥന ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു മധുരം കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കേക്കൊക്കെ മേടിച്ച് അത് കട്ട് ചെയ്യലാണ്. അങ്ങനെ കേക്ക് പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ അപ്പയുടെ വക ഒരു സാക്സ്ഫോണിൻ്റെ ഒരു സോങ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അത്യാവശ്യം പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് എൻ്റെ വക ഒരു പട്ടി ഷോ ആയിരുന്നു. ഞാൻ മാത്രമല്ല മോളും ഉണ്ടായിരുന്നു. ഞാൻ അവന് മേടിച്ചൊരു ഗിഫ്റ്റ്. ഞാനത് പാക്കിങ്ങൊന്നും ചെയ്തില്ല, അതങ്ങനെ കൊടുക്കുക ചെയ്തത്. നമുക്ക് അതിനുള്ള നേരം കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. പരിപാടി കഴിഞ്ഞ് നേരെ ഫുഡ് സെക്ഷനായിരുന്നു. ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ മക്കൾക്കും മോനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഐസ്ക്രീം സെക്ഷനിലേക്ക് കടന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഐസ്ക്രീം തോണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടന്മാരെ വക ഒരു ഗാനമേള എല്ലാവരും പാട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ കല്യാണത്തിന് പോയിട്ട് പാട്ട് പാടുന്ന ഒരു അങ്ങനത്തെ ഒരു വർക്കാണ് അവർക്ക്. ഗാനമേള ഉണ്ടല്ലോ അത്. അപ്പോൾ ആർക്കെങ്കിലും അവർക്കൊരു വർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാനത് അവരോട് പറയാം. ഓക്കെ. അങ്ങനെ അവരുടെ ഒരു ഗാനമേള ഒരു ഷോ കഴിഞ്ഞപ്പോൾ പിന്നെ കടങ്കഥ, ഒരു ഗെയിം മാതിരി കടങ്കഥ പറച്ചിലായി. അതിൽ ഞാൻ 2-3 എണ്ണത്തിന് വിൻ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ വീട്ടിൽ തന്നെ ഒരു കുട്ടിയുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അതും നല്ലൊരു അടിപൊളി ഡാൻസായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഈ സ്റ്റേജിൽ ഇത്രയേ ഉള്ളൂ അവരുടെ ഫങ്ഷന്. മാക്സിമം അവർക്ക് അമ്പലമല്ല പള്ളിയിലായിരിക്കും ഫങ്ഷൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ.